ഹലോ സുഹൃത്തുക്കളെ, എന്താ പഠിച്ചത് തന്നെയല്ലേ? ഞാനിന്ന് എൻ്റെ ഇമ്മാനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവരായിട്ട് പോകുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ ഈ കാണിച്ചത് എൻ്റെ അയൽവാസി അമ്മിണി ചേച്ചിയുടെ വീടാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഒരുപാടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് പൂതിയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ് കേട്ടോ. പിന്നെ ഈ കാണിച്ചാണ് എൻ്റെ ചേറ്റുപാറ അങ്ങാടി. അവിടെ വലിയ അർജൻറ്റീനയുടെ ഫ്ലെക്സൊക്കെ ഉണ്ട്, മെസ്സിയുടെ. പിന്നെ അവിടെ ഒരുപാട് പേര് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാഴക്കൃഷി, പിന്നെ കപ്പ, മരച്ചീനി, അതായത് ഞങ്ങൾ പൂളാന്നാണ് പറയുക. ചില നാട്ടിൽ കപ്പ, മരച്ചീനി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പൂളക്കൃഷി ചെയ്യണവരുണ്ട്. അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ കാണാം, ഈ വീഡിയോസിൽ ചിലയിലൊക്കെ കാണാം, വാഴക്കൃഷിയായിട്ടൊക്കെ കാണാം. പിന്നെ അത് ഞങ്ങൾ അങ്ങാടി കേട്ടോ. ഈ അങ്ങാടിക്ക് വന്നതിന് ശേഷം വലത്തെ ഭാഗത്തേക്ക് തിരിയുന്ന റോഡിനാണ് എൻ്റെ പെരയ്ക്ക് പോവുക, അതായത് പെരിന്തൽമണ്ണ റോഡിന്. ആദ്യമായാണ് ഞാനൊരു വീഡിയോ വോയിസ് കൊടുക്കണത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീഡിയോ കാണാതെ ക്ഷമിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഞാൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് സ്പീഡ് പോകുന്നതിനെ കൊണ്ട് മിന്നായം പോലെ കാണാൻ പറ്റുള്ളൂ. അതേ കാണുന്നതാണ്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് തിരിയാനുള്ള റോഡിനെത്തി. ആ കാണുന്ന മദ്രസ, അതായത് വെള്ള പള്ളിയും പച്ച മദ്രസയാണ്. ആ മദ്രസയിലായിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക്, യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ എന്തായാലും ഞാൻ പെരയിലെത്തി സാധനങ്ങളൊക്കെ ഇറക്കി ഉമ്മ എന്താ ഉണ്ടാക്കണമെന്ന് പോയി നോക്കട്ടെ. എന്തായാലും ഉമ്മ ബിരിയാണീൻ്റെ തയ്യാറെടുപ്പിലാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചത്, എല്ലാ മസാലക്കുള്ള എല്ലാ കൂട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അരിയിടാനുള്ള പുറപ്പാടിലാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്, എന്താ നല്ല തിളവ വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ അപ്പുറത്ത് എന്താ നമ്മളെ ഈത്തപ്പഴച്ചാറും ഉണ്ടാക്കി വെച്ചിരിക്കണം. പിന്നെ തക്കാളി കരിഞ്ഞ് വെച്ചിരിക്കണം. പിന്നെ എന്താ പട്ടിയും ഗ്രാമൊക്കെ തിരഞ്ഞെടുക്കുന്ന തിരക്കില്ല. ബിരിയാണിയൊക്കെ ആയി, മാഷാഅല്ലാ അടിപൊളി ബിരിയാണിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഉറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല കട്ടൻ ചായയും പാൽ ചായയും മിച്ചറൊക്കെ കൂട്ടി ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂട്ടാൻ വന്ന്. നല്ല മഴയാണ്, ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോവാം. വണ്ടി കയറിയപ്പോഴോ പുരാ മഴ, എന്തൊരു മഴയെന്ന് അറിഞ്ഞോ. നല്ല കാറ്റുണ്ട് കേട്ടോ. മഴൻ്റെ ഈ വീഡിയോയിൽ വലിയൊരു ഇതില്ല, നല്ല മഴ തന്നെ, പെരുജാതി മഴയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാവും. പിന്നെ എന്തായാലും ബീഫ് കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ ഫുഡൊന്ന് രാത്രി വേണ്ടെന്ന് പറഞ്ഞ് എന്തായാലും ബീഫ് ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് ചപ്പാത്തി മേടിച്ചിട്ട് ചപ്പാത്തിയും ചുട്ട് ബീഫും തട്ടിക്കൊട്ടി അടിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ബീഫും തന്നിട്ടുണ്ട്. ബീഫ് ഉണ്ടാക്കിയത് ഇനി വരെ പോയിട്ട് ബീഫും ചപ്പാത്തി ചുട്ടിട്ട്, റെഡിമെയ്ഡ് ചപ്പാത്തിയാണേ, ചുട്ടിട്ട് തട്ടിക്കൂട്ടണം. അത് കഴിഞ്ഞിട്ട് കല്യാണപ്പെരേക്കൊന്ന് പോകണം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ വീടാട്ടോ ഞങ്ങളെ വീടും. പിന്നെ മറ്റേതൊക്കെ ഞങ്ങൾ മുത്തശ്ശന്മാരുടെ വീടാണ്. ഇൻഷാ അല്ലാ ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ആ വീടൊക്കെ പരിചയപ്പെടുത്താം ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.